ഇറാന്റെ എണ്ണക്കിണറുകൾ തകർന്ന് തരിപ്പണമാകും. ആ കേന്ദ്രങ്ങളെ തീ വിഴുങ്ങും. ടെഹ്റാന് മുകളിലൂടെ അമേരിക്കൻ പോർ വിമാനങ്ങൾ ചീറിപ്പായും. തടുക്കാൻ പോലും ഇറാന് കഴിയില്ല. അമേരിക്കയ്ക്കും ഇസ്രയേലിനും നേർക്ക് ചെറുവിരൽ അനക്കാനാണ് ഇനിയും ഇറാൻ ശ്രമിക്കുന്നതെങ്കിൽ അവരുടെ തല പിളരുന്ന അടിയായിരിക്കും ഇനി കിട്ടാൻ പോകുന്നത്. ഞങ്ങൾ ഉപരോധങ്ങൾ കൊണ്ട് വീണ്ടും വരിഞ്ഞു മുറുക്കും. നിങ്ങളുടെ എണ്ണക്കിണറുകൾ, എണ്ണ സമ്പത്ത്, അതിന്റെ നട്ടെല്ല് തകർക്കും. ബങ്കർ ബസ്റ്റർ ബോംബുകൾ IRGC ഭയക്കുന്ന കാലനാണ്. ആ ബോംബുകളുമായി പോർ വിമാനങ്ങൾ ടെഹ്റാന് മുകളിലൂടെ ഇരച്ചു കയറി തീ തുപ്പും. IRGCയെ മുച്ചൂട് ഞങ്ങൾ കത്തിക്കും. എണ്ണക്കിണറുകളിൽ നിങ്ങൾ എത്രയൊക്കെ സുരക്ഷ ഉറപ്പാക്കിയാലും ആ കോട്ടകൾക്ക് മുകളിൽ ഞങ്ങൾ തീയിട്ടേ മടങ്ങൂ. ഇനിയും ആണവ കരാറിൽ നിന്ന് ഒളിച്ചോടാനാണ് ഇറാന്റെ ശ്രമമെങ്കിൽ കണ്ടു നിൽക്കാനും ഇനി ഒരു ചർച്ചയ്ക്കും തയ്യാറാകാത്ത വിധം സമാധാനം എന്നുള്ളത് ഞാൻ പാടെ മാറ്റിവെച്ചുകൊണ്ട് ഘോര യുദ്ധം തന്നെ പ്രഖ്യാപിക്കും. ഇറാന് നേർക്ക് വൻ പ്രഖ്യാപനങ്ങൾ, അന്ത്യശാസനം കൊടുത്തുകൊണ്ട് ട്രംപ് രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതോടെ അപകടം മണത്തു കഴിഞ്ഞു ഇറാൻ. എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഭയം അവരെ വേട്ടയാടുന്നു. എണ്ണക്കിണറുകൾ ആക്രമിക്കപ്പെടും എന്ന് ട്രംപ് പറഞ്ഞതും ഇറാന്റെ ചങ്കാളി കത്തുകയാണ്. കാരണം അവരുടെ സാമ്പത്തിക സ്രോതസ്സാണ്, സാമ്പത്തിക കേന്ദ്രമാണ് എണ്ണക്കിണറുകൾ. അത് തകർന്ന് തരിപ്പണമായാൽ പിന്നെ ഇറാന് നിലനിൽപ്പില്ല. പതിറ്റാണ്ടുകൾ പിന്നിലേക്ക് ഇറാൻ തകർക്കപ്പെട്ടു പോകും. സാമ്പത്തികമായി ഇറാനെ നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനമാണ് എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ. ആ കേന്ദ്രങ്ങൾ അമേരിക്ക ലക്ഷ്യം വെക്കുന്നു എന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. ഇതോടെ അമേരിക്കയ്ക്ക് നേരെ ഇപ്പോൾ കലിതുള്ളുകയാണ് IRGC. എണ്ണ ഉൽപാദന സൗകര്യങ്ങൾ തകർത്താൽ അതിശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ സഗാബ് എസ്ഫഹാനിയുടെ മുന്നറിയിപ്പ്. എണ്ണക്കിണറുകൾ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ പശ്ചാത്തല സൗകര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് US ഉപരോധം മൂലം നാശനഷ്ടം സംഭവിച്ചാൽ അതിന് കൂട്ടുനിൽക്കുന്ന രാജ്യങ്ങളിലെ സമാനമായ സൗകര്യങ്ങളിൽ 4 ഇരട്ടി നാശനഷ്ടങ്ങൾ വരുത്തുമെന്നും ഇസ്മായിൽ എക്സിൽ കുറിച്ചു. അതായത് അമേരിക്കയുടെ സൈനിക താവളങ്ങളുള്ള അറബ് രാജ്യങ്ങളിലേക്ക് ഞങ്ങൾ ആക്രമിക്കുമെന്നാണ് വീണ്ടും ഇറാൻ വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇത്തവണ അറബ് രാജ്യങ്ങളിലെ ജനവാസ മേഖലകൾക്ക് നേരെയല്ല ആക്രമണം നടത്തുക, ഈ പറയുന്ന അറബ് രാജ്യങ്ങളുടെ എണ്ണക്കിണറുകൾ ആക്രമിക്കുമെന്നാണ് ഇറാന്റെ വെല്ലുവിളി. അതായത് ഞങ്ങളെ ഏത് രീതിയിലാണോ നിങ്ങൾ ആക്രമിക്കുന്നത്, ഞങ്ങളുടെ ഏത് കേന്ദ്രങ്ങൾക്ക് നേരെയാണോ നിങ്ങൾ ആക്രമണം നടത്തുന്നത്, അതേ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് തന്നെ അറബ് രാജ്യങ്ങളിലേക്ക് ഞങ്ങൾ തീ തുപ്പുമെന്നാണ് ഇറാൻ തിരിച്ചു വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇരുകൂട്ടരും വീണ്ടും വാക്പോരിലേക്ക് കടക്കുമ്പോൾ ഇതൊരു ഘോര യുദ്ധത്തിലേക്ക് മാറുമോ എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഒരു തരത്തിലും ഒരു സമാധാന കരാറിലേക്ക് എത്താൻ ഇരു രാജ്യങ്ങൾക്കും കഴിയുന്നില്ല. നിങ്ങൾ അടിച്ചാൽ ഞങ്ങൾ കയറി അടിക്കും എന്നുള്ള നിലപാടിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോര് ഘടിപ്പിക്കുന്നത്. ഇറാന്റെ കണക്കുകൾ വ്യത്യസ്തമാണെന്നും ഒരെണ്ണക്കിണറിന് പകരം 4 എണ്ണക്കിണറുകൾ എന്നതാണ് ഞങ്ങളുടെ രീതിയെന്ന് ഇപ്പോൾ IRGC വെല്ലുവിളിച്ചു. അതേസമയം ഇറാനിയൻ തുറമുഖങ്ങളിൽ US ഉപരോധം അതിശക്തമായി തുടരുകയാണ്. 38 കപ്പലുകളെ അമേരിക്കൻ സേന തിരിച്ചയച്ചിട്ടുണ്ട്. 38 കപ്പലുകളോട് തിരിച്ചു പോകാനോ അല്ലെങ്കിൽ തുറമുഖത്തേക്ക് മടങ്ങാനോ അമേരിക്കൻ സേന നിർദ്ദേശം നൽകിയെന്ന് സെൻട്രൽ കമാൻഡ് എക്സിലെ പോസ്റ്റിൽ പറഞ്ഞു. ഇതോടുകൂടിയാണ്, അതായത് ഹോർമുസിൽ ഉപരോധം കടുപ്പിച്ചുകൊണ്ട് ഇറാനെ സമാധാന കരാറിലേക്ക്, ആണവ കരാറിലേക്ക് എത്തിക്കാനാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒന്നിനും വഴങ്ങാതെ ഇറാൻ കടുംപിടുത്തം കാണിക്കുമ്പോൾ അവരുടെ എണ്ണ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് കൊടുക്കുന്നു. എന്നാൽ ഞങ്ങൾ അറബ് രാജ്യങ്ങളുടെ എണ്ണ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തുമെന്ന് ഇറാനും തിരിച്ചടിക്കുന്നു. ഇതോടുകൂടി ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ഭയപ്പാടിലാണ്. അവർ അവരുടെ എണ്ണ കേന്ദ്രങ്ങളും ശുദ്ധീകരണ പ്ലാന്റുകളും എണ്ണക്കിണറുകളും സംരക്ഷിക്കുന്നതിനുള്ള നീക്കം ശക്തമാക്കിയിരിക്കുകയാണ്. അതായത് അറബ് രാജ്യങ്ങൾ അവരുടെ അതിർത്തികൾ കോട്ട കെട്ടി സംരക്ഷിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എണ്ണക്കിണറുകളിൽ അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2 മാസമായി തുടരുന്ന US ഇറാൻ യുദ്ധത്തിന് അറുതി വരുത്താൻ ലക്ഷ്യമിട്ട് നിർണായക നീക്കങ്ങൾ പല വഴിക്ക് നടക്കുന്നുണ്ട്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കാമെന്നും യുദ്ധം അവസാനിപ്പിക്കാമെന്നും വാഗ്ദാനം ചെയ്യുന്ന പുതിയ സമാധാന കരാർ ഇറാൻ അമേരിക്കയ്ക്ക് സമർപ്പിച്ചു എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്.
പാകിസ്ഥാനെ മധ്യസ്ഥനാക്കിയാണ് ഇറാൻ തങ്ങളുടെ പുതിയ നിർദ്ദേശങ്ങൾ വൈറ്റ് ഹൗസിൽ എത്തിച്ചത്. ആഗോള എണ്ണ വിപണിയെയും ഊർജ്ജ വിതരണത്തെയും നേരിട്ട് ബാധിച്ച ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം നീക്കുക എന്നതാണ് ഇറാന്റെ പ്രധാന വാഗ്ദാനം. പകരം ഇറാനിയൻ തുറമുഖങ്ങളിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന കടുത്ത നാവിക ഉപരോധം പിൻവലിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നു. നിലവിലെ താൽക്കാലിക വെടിനിർത്തൽ ദീർഘകാലത്തേക്ക് നീട്ടാനോ അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിച്ച് യുദ്ധത്തിന് പൂർണ്ണ വിരാമം കുറിക്കാനോ തയ്യാറാണെന്ന് ഇറാൻ വ്യക്തമാക്കിയെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. എന്നാൽ ഏറ്റവും തർക്കവിഷയമായ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ വേണ്ടെന്നും സമാധാനം പുനഃസ്ഥാപിച്ച ശേഷം മറ്റൊരു ഘട്ടത്തിൽ അവ പരിഗണിച്ചാൽ മതിയെന്നുമാണ് ഇറാന്റെ പുതിയ നയം എന്നാണ് ഡൊണാൾഡ് ട്രംപ് സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് ഇങ്ങനത്തെ പ്രസ്താവനകൾ നടത്തിയപ്പോഴും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണവും ഇറാൻ നൽകിയിട്ടില്ല. പകരം IRGC പറയുന്നത് ആ പൊട്ടൻ ട്രംപ് എന്തൊക്കെയോ പിച്ചും പേയും വിളിച്ചു പറയുകയാണ്. ഇറാന്റെ ഈ വിഷയത്തിലുള്ള തീരുമാനം എന്താണ് എന്നുള്ളത് ഞങ്ങൾ അത് പറയേണ്ട സമയത്ത് പറഞ്ഞിരിക്കും. ഇപ്പോൾ യുദ്ധവുമായി മുൻപോട്ട് പോകാനാണ് നീക്കം നടത്തുന്നത് എന്ന് IRGC വാശി പിടിക്കുന്നു. എന്നാൽ അമേരിക്കൻ ഭരണകൂടം, അതായത് പ്രത്യേകിച്ച് വൈറ്റ് ഹൗസിൽ നിന്ന് ഇറാൻ ഭരണകൂടത്തോടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അബ്ബാസ് അരാഗ്ചിയോടും മസൂദ് പെസഷ്കിയാനോടും നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന് അമേരിക്ക ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരു കരാറിലേക്ക് എത്താൻ തയ്യാറാണ്. എന്നാൽ IRGC അതിനൊരുക്കമല്ല. സമാധാനമല്ല, യുദ്ധമാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങളുടെ നേതാക്കളെ കൊന്നൊടുക്കിയതിനുള്ള മറുപടി അത് 4 ഇരട്ടിയായി അല്ലെങ്കിൽ 10 ഇരട്ടിയായി തിരിച്ചു നൽകിയിട്ടേ ഇത് അവസാനിപ്പിക്കാൻ പോകുന്നുള്ളൂ. തുടങ്ങിയത് നിങ്ങളായിരിക്കും, പക്ഷേ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കുമെന്ന് IRGC വീണ്ടും വെല്ലുവിളിക്കുകയാണ്. അമേരിക്കയുടെ താൽപര്യങ്ങൾക്കും സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്ന ഒരു കരാറിന് മാത്രമേ താൻ അംഗീകാരം നൽകൂ എന്ന് ട്രംപ് പറയുന്നു. സമാധാന ചർച്ചകൾക്കായി പ്രത്യേക ദൂതന്മാരെ അയക്കുന്നതിന് പകരം ഇറാൻ തങ്ങളെ നേരിട്ട് ബന്ധപ്പെടട്ടെ എന്ന നിലപാടിലാണ് ട്രംപ് നിൽക്കുന്നത്. ഇറാന് സംസാരിക്കാനുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളെ നേരിട്ട് വിളിക്കാം. അമേരിക്കയുടെ കൈവശമാണ് എല്ലാ നിയന്ത്രണങ്ങളും ഉള്ളത്. ഇറാന് ആണവായുധം നിർമ്മിക്കാൻ ഒരിക്കലും അനുവാദം നൽകില്ല എന്ന് വൈറ്റ് ഹൗസ് വക്താവ് ഒലിവിയ വെയിൽസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞു. കരാർ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചതിന് പിന്നാലെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കാനുള്ള നീക്കത്തിലാണ്. ആണവ പദ്ധതിക്ക് പുറമെ ഹോർമുസ് കടലിടുക്കിലെ പുതിയ നിയമപരമായ ചട്ടക്കൂട്, യുദ്ധനഷ്ടപരിഹാരം, സൈനിക നടപടികളിൽ നിന്നുള്ള സംരക്ഷണം, അമേരിക്കയുടെ സമുദ്ര നിയന്ത്രണങ്ങൾ നീക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ ഇറാൻ വിദേശകാര്യമന്ത്രി ഊന്നൽ നൽകിയതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇറാൻ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായെങ്കിലും അത് മതിയാകില്ല എന്ന് ട്രംപ് വാദിക്കുന്നു. ചർച്ചകൾക്കായി 18 മണിക്കൂർ വിമാനയാത്ര നടത്തുന്നതിൽ അർത്ഥമില്ല. യുദ്ധത്തിൽ എല്ലാ നിയന്ത്രണങ്ങളും അമേരിക്കയുടെ കൈകളിലാണ്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ വിളിക്കാം. എന്നാൽ വെറുതെ സംസാരിച്ചിരിക്കാൻ ഇനി ദീർഘദൂര യാത്രകൾക്ക് എന്റെ ആളുകളെ അയക്കില്ല എന്ന് ട്രംപ് പറഞ്ഞു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, സൈനിക മേധാവി ജനറൽ അസിം മുനീർ എന്നിവരുമായി ഇസ്ലാമാബാദിൽ ചർച്ച നടത്തിയ ശേഷം അരാഗ്ചി റഷ്യയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. സമാധാന ശ്രമങ്ങളിൽ റഷ്യയുടെ ഇടപെടലും ഇറാൻ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. നേരത്തെ പാകിസ്ഥാനിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും ഇറാൻ പ്രതിനിധികളും തമ്മിൽ നടന്ന ചർച്ച ആദ്യഘട്ട ചർച്ചകളും ഫലം കാണാതെ പിരിഞ്ഞിരുന്നു. ഭീഷണികൾക്കോ ഉപരോധങ്ങൾക്കോ വഴങ്ങി ചർച്ചയ്ക്കില്ല എന്നായിരുന്നു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കിയത്.